ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആനച്ചാലാണ്. ആനച്ചാലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമങ്ങളിലേക്കാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ആനച്ചാലിൻ്റെ വീഡിയോ ഈ ഒപ്പം നമ്മൾ ചെയ്യുന്നില്ല, അത് നല്ല അടിപൊളിയായിട്ടും മറ്റൊരു ദിവസം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആനച്ചാലിൽ നിന്ന് ഏകദേശം മൂന്നാർ റൂട്ടിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകുന്ന വഴിയുണ്ട്. പണ്ട് അത് ഫുൾ ഗ്രാമമായിരുന്നു, സാധാ വീടുകളായിരുന്നു. ഇപ്പം ഫുള്ളത് റിസോർട്ടുകൾ, കാര്യങ്ങൾ, ഹോം സ്റ്റേ, അങ്ങനെ അടിപൊളിയായിട്ട് പോവുകയാണ്. അങ്ങനെ നമുക്ക് കുഞ്ചിത്തണ്ണിയിൽ പോയി ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ, അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. കൂട്ടുകാരെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് നിലവിൽ ചെങ്കുളം ആനച്ചാൽ റൂട്ടാണ്. ചെങ്കുളം ഡാമിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് നമ്മൾ ഇൻട്രോ എടുത്തത്. നിലവിൽ ആനച്ചാലിലേക്കാണ് ഇനി നമ്മൾ എത്തുന്നത് കേട്ടോ. ആനച്ചാലിൽ നിന്ന് മൂന്നാർ റൂട്ട് പോകുമ്പോൾ ഏകദേശം നമ്മൾ വലത്തേക്ക് തിരിഞ്ഞ് കയറി പോകുന്ന ഒരു വഴിയാണ് ഈട്ടി സിറ്റി, അതുപോലെ മേരുകുളം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. പണ്ട് ശരിക്കും ഗ്രാമീണ മേഖലയായിരുന്നു, കൃഷി മേഖലയായിരുന്നു, അതുപോലെ ചേമ്പും കാടും അതുപോലെ കാടൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. പക്ഷേ ഇപ്പോൾ മുഴുവൻ റിസോർട്ടും കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ റിസോർട്ടല്ല, ഇന്ത്യയിലെ പ്രമുഖ റിസോർട്ടുകളെല്ലാം ഇവിടെ വന്ന് നിലവിലെ റിസോർട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെ, നമ്മളങ്ങനെ ആനച്ചാലിലേക്ക് പ്രവേശിച്ചു കേട്ടോ. ആനച്ചാൽ ടൗണിൻ്റെ നല്ലൊരു വീഡിയോ നമുക്ക് പിന്നാലെ ചെയ്യാം, അടിപൊളിയായിട്ട്. നമ്മൾ ആനച്ചാൽ ടൗൺ എന്ന് പറയുന്നത് ശരിക്കും മൂന്നാറിലേക്ക് എത്തുന്നവരൊരു ടൂറിസ്റ്റ് ഹബ്ബാണ് കേട്ടോ. അപ്പം നമ്മളത് ഈ കാണുന്ന വഴി ഇപ്പം നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. ആ ജീപ്പിൻ്റെ തൊട്ട് ബാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു പിക്കപ്പ് അതിനോട് ഇറങ്ങി വരുന്നുണ്ട്. ആ വഴി കൂടെയാണ് നമുക്ക് കയറി പോകേണ്ടത് കേട്ടോ. ഈ കിടക്കുന്ന പിക്കപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും നമ്മൾ അവിടെ നിന്ന് കയറി യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഈട്ടി സിറ്റി അതുപോലെ മേരുകുളമൊക്കെ പോകുന്ന വഴിയിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ധാരാളം റിസോർട്ട്, ഹോം സ്റ്റേയിലൊക്കെ ബോർഡ് വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ നേരെ ഇങ്ങനെ കയറി പോവാണ് കേട്ടോ. ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഇത് യൂക്കാലി പ്ലാന്റേഷൻ ആയിരുന്നു ഈ ഒരു മേഖലയൊക്കെ. പക്ഷേ ഇപ്പോൾ നിലവിൽ റിസോർട്ടുകൾ, ഹോം സ്റ്റേകളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ മൂന്നാറിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ താമസിക്കാൻ തിരഞ്ഞെടുക്കേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ആനച്ചാലിനെ ആയിരിക്കും. കാരണം ആനച്ചാലിൽ നിന്ന് രാജക്കാട് സൈഡിലേക്കും പോകാം, ഇവിടെ നിന്ന് മൂന്നാർ സൈഡിലേക്കും പോകാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ചെങ്കുളം ഡാമും വെള്ളത്തൂലും ഒക്കെ പോകാൻ പറ്റും. അത്യാവശ്യം നല്ല ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരഞ്ഞെടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ ആനച്ചാലിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈട്ടി സിറ്റി അതുപോലെ മേരുകുളം ഒക്കെ ശരിക്കും ടൂറിസ്റ്റ് ഹബ്ബായിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരാഴ്ച ഇവിടെ തുടങ്ങിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ഡബിൾ ലൈനായിട്ടുള്ള സിബ് ലൈനാണ്. അതായത് ഈ ഒരാഴ്ച മുമ്പാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ മല ഇവിടെ നിന്ന് അക്കരെ മലയ്ക്കാണ് ഇതിൻ്റെ റേഞ്ച് പോകണം കേട്ടോ. സത്യം പറഞ്ഞാൽ പേടിയാവും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ യാത്ര മുന്നോട്ട് പോകാം അല്ലേ. അപ്പോൾ ഈ മേഖലയിലൊക്കെ ധാരാളം വീടുകളുണ്ട്, അതുപോലെ തന്നെ ഹോം സ്റ്റേയും റിസോർട്ടുകളൊക്കെ ഉണ്ട്. നാട്ടിലെ ടൂറിസം വളരാൻ്റെ ഒരു ഗുണം, പണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പക്കാ ഗ്രാമീണ വഴിയായിരുന്നു കേട്ടോ. നമ്മൾ ചെറിയ ഇടുങ്ങിയ വഴിയായിരുന്നു അന്ന്, ശരിക്കും പൊട്ടിപ്പൊളിഞ്ഞ് നടന്ന വഴിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ വഴിയൊക്കെ അടിപൊളിയായിട്ട് BMRC ലെവലിലേക്കൊക്കെ വളർന്ന് ഡെവലപ്പ് ആയിട്ടിരിക്കുകയാണ്. മൂന്നാറിലെ ഒരു ടൂറിസ്റ്റ് ഹബ്ബല്ലേ ശരിക്കും. കാരണം ഇന്റർനാഷണൽ റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഒക്കെ ഇവിടെ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഈട്ടി സിറ്റി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പം നമ്മൾ പോകുമ്പോൾ ബലൂൺ സർവീസ് നമുക്ക് കാണാൻ പറ്റും, ഹോട്ട് എയർ ബലൂണ്. അപ്പോൾ അവിടെ നിർത്തി അതിൻ്റെ ഒരു കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടാലോ. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വണ്ടി ഓടിച്ച് വന്നപ്പോഴാണ് ഇവിടെ ഹോട്ട് എയർ ബലൂൺ സർവീസ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ അങ്ങനെ നിങ്ങളെ കാണിച്ചിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ആകാശത്തോടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇടുക്കിയിൽ അല്ലെങ്കിൽ മൂന്നാറിൽ ഈ സാധനം കയറെ കെട്ടി ഇത്ര ദൂരം പൊങ്ങുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് പൊങ്ങാനുള്ള ക്രമീകരണമൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും അതൊന്ന് കാണല്ലേ, വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഹോട്ട് ബലൂണിൽ കയറിയില്ല എന്ന് ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് കയറാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഈ ടൂറിസ്റ്റ് ഹബ്ബിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പോകുക കേട്ടോ. ആ ബലൂൺ കേന്ദ്രത്തിൻ്റെ അവിടുന്ന് നമ്മൾ യാത്ര ചെയ്തിട്ട് അടുത്തൊരു സ്പോട്ടിലേക്കാണ് പോണേ.
നിങ്ങൾ ഈ മേഖലയിലെ ബോർഡുകളൊക്കെ ശ്രദ്ധിച്ചോ, എന്തോ ഒരു ഹോം സ്റ്റേ റിസോർട്ടുകളാണെന്നറിയാം ഇവിടെ. വ്യൂ മൂന്നാർ, അതുപോലെ ഏഞ്ചൽ ഹോട്ടൽ, ബ്രിട്ടീഷ് കൺട്രി, അനവധിയായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ ഇവിടെ ഉണ്ട്. ഇത് ഡ്രീം ലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു നമ്മുടെ വീഗാലാൻഡൊക്കെ പോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾക്ക് അങ്ങോട്ട് കയറുന്നില്ല. ഒന്ന് പെർമിഷൻ വേണം, രണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ കുറച്ച് റൈഡുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമുക്ക് എപ്പോഴെങ്കിലും വന്ന് ഒരിക്കലും അവിടെ കയറണം കേട്ടോ. അങ്ങനെ ഈ മേഖലയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇവിടെയൊക്കെ സിപ്പ് ലൈന് മറ്റു കാര്യങ്ങൾ, ഇവിടെ എത്തുന്ന ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ധാരാളമുണ്ട്. നമ്മളങ്ങനെ ET സിറ്റി അതിലേക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മലനിരകൾ കണ്ടോ, ഫുള്ള് മൂന്നാർ മലനിരകളാണ്. ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ദിവസം ക്ലൗഡിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല, ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. വണ്ടർ റൈഡ് ജീപ്പ് സവാരി, ഒരുപാട് ജീപ്പ് സവാരിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നാണെങ്കിലും ഉച്ച കഴിഞ്ഞ് മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് വീഡിയോ എടുത്ത് ഇവിടുന്ന് പമ്പ കിടക്കണം, അല്ലെങ്കിൽ നനയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ഈ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ഈ മേഖല വന്നിട്ടും വിൽക്കാതെ ഇപ്പോഴും ഇവിടെ താമസിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഈ ഗ്രാമത്തിലോട്ടോ. കാരണം വെച്ചാൽ അവർക്കൊക്കെ നല്ല വില കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇത്ര മനോഹരമായൊരു സ്ഥലത്ത് നിന്ന് വിറ്റ് പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കും അവരിപ്പോഴും താമസിക്കുന്നത്. അത് നോക്കി കേട്ടോ. അതുപോലെ ഈ കാണുന്ന എല്ലാ ഹോം സ്റ്റേ റിസോർട്ടുകളാണ് കേട്ടോ. ഹെവൻ ഇൻ മൂന്നാർ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പാർക്ക് സ്ഥലമാണത്. ഇവിടെ ഒരു ഫാം ഹൗസുകളുണ്ട്. ഇവിടെ ഒരു ബസ് കിടക്കുന്നു, ഇല്ല ഒതുക്കിയിട്ടങ്ങനെ ബസ്സാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളങ്ങനെ യാത്ര ചെയ്തിട്ട് ET സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആനച്ചാൽ ET സിറ്റി കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് ഉള്ള സ്ഥലങ്ങളാണ് ഇത്. നമുക്ക് ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ റിസോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. വിഷുവൊക്കെ ആയതുകൊണ്ട് കൊന്നപ്പൂവൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ച ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കണ്ടോ, കുട്ടികൾക്ക് കളിക്കാൻ വൈകുന്നേരമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾ വോളിബോൾ കളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. ഈ മൂന്നാർ സൈഡിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, മൂന്നാർ രാജക്കാട് സൈഡിലുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഏലകൃഷി പയ്യെ നിർത്തിയിട്ട് റിസോർട്ട് മേഖലയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നാമത് ഏലത്തിനൊക്കെ ഇങ്ങനെ വളം ചെയ്ത് മരുന്ന് മേടിച്ച് അതിൻ്റെ പുറകെ നടന്നാൽ കുഞ്ഞു പിള്ളേരെ നോക്കണ പോലെ പുറകെ നടന്നാലാണ് ഏലക്കായ ഉണ്ടാവുള്ളൂ. അതുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലുള്ള വ്യാപാരികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വില അങ്ങോട്ട് കുറയ്ക്കും. അപ്പോൾ ഒരു വളം ചെയ്തതിൻ്റെ ഒരു വില പോലും പലപ്പോഴും ഈ ഏലം കർഷകർക്ക് കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് മനോഹരമായ സ്ഥലത്തുള്ള ആളുകളൊക്കെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥലമൊക്കെ ഇങ്ങനെ റിസോർട്ടും ഹോം സ്റ്റേ ഒക്കെ ആക്കി അങ്ങനെ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ വഴിക്ക് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വെച്ചാൽ ശ്രദ്ധിച്ച് നിങ്ങൾ ഓടിക്കണം. ഈ നമ്മുടെ ട്രിപ്പ് ജീപ്പുകളുടെ ഒരു കലവറയാണ് ഈ മേഖല. കാരണം വെച്ചാൽ ഇവിടുന്ന് ഒരുപാട് ഡെസ്റ്റിനേഷനിലേക്ക് ആളുകളെ കൊണ്ടുപോകാനും എല്ലാം ഉള്ള ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ അടുത്ത നാൾ പണിതുകൊണ്ടിരിക്കുന്ന റിസോർട്ടാണ്. പണിത് പൂർത്തിയാക്കിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഈ റിസോർട്ട് പണിത് പൂർത്തിയാക്കി കേട്ടോ. വൈബ് മൂന്നാർ, ഇതാണ് വൈബ് മൂന്നാർ എന്ന് പറഞ്ഞ റിസോർട്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഫോഗ് റിസോർട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഫോഗാണ് ഈ കാണുന്നത്. കണ്ടോ, മനോഹരമായ ഒരു സ്ഥലമല്ലേ. ഈ വഴി നമ്മൾ കയറി വന്നാൽ നമുക്ക് ആനച്ചാലിൽ നിന്ന് ഇവിടെ എത്താൻ പറ്റും കേട്ടോ. ഇത് ശരിക്കും ഫോഗ് റിസോർട്ടിൻ്റെ ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത് ശരിക്കും മേരിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ വീഡിയോ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ നമുക്ക് ഇതിലൂടെ കുഞ്ചിത്തണിക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ. കുഞ്ചിത്തണി എല്ലക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വഴി ചെന്ന് ഇറങ്ങുന്നത്. പിന്നെ ഇവിടുന്ന് രണ്ടായിട്ട് ഈ വഴി തിരിയും. ഒന്ന് നമുക്ക് മുതുവാങ്കുടിക്ക് ചെല്ലാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ നമ്മൾ ഈ ഇറങ്ങി ചെല്ലുന്നിടത്ത് മനോഹരമായിട്ടുള്ളൊരു പള്ളിയുണ്ട്. നമ്മളങ്ങനെ മേരിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഫുള്ള് കൃഷിയിടങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിലും അത്ര കണ്ടങ്ങോട്ട് നമ്മൾ ആദ്യം കയറിയ പോലെയുള്ള ഒരു വൈബൊന്നും ഇല്ല കേട്ടോ. അപ്പം മേരിലാൻഡ് പള്ളിയുടെ മനോഹരമായ കാഴ്ചകളിലേക്ക്. ഇതാണ് മേരിലാൻഡ് പള്ളി കേട്ടോ. ഇപ്പോൾ ബാക്ക് സൈഡൊക്കെ ശരിക്കും പറഞ്ഞാൽ കാർമേഘമൊക്കെ മൂടിയിരിക്കുന്നതുകൊണ്ട് അത്ര ഭംഗി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
പക്ഷേ ഈ പള്ളിയുടെ മുറ്റത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് വേറൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതൊരു വെറൈറ്റി കാഴ്ചയാണ്. നമ്മൾ ഇതിലൂടെ പോകുന്ന യാത്രയിൽ പലപ്പോഴും നിങ്ങളെ കാണിക്കണമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് നമുക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇവിടെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോസേപ്പ് പിതാവിൻ്റെ, ഈശോയുടെയും മാതാവിൻ്റെയും ഒക്കെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ വൈബാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വഴി കൂടെയാണ്. പക്ഷേ കൂട്ടുകാരെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടോ മഴ പെയ്യാനുള്ള സാധ്യത എപ്പം വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പം മേരിലാൻഡ് പള്ളിയുടെ കാഴ്ച നമുക്ക് കുറച്ചും കൂടെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടി നമ്മളത് ഈ സ്റ്റെപ്പേക്കടെ കൊണ്ട് പോവുകയാണ്. അയ്യോ, ഫൈനൽ പണി കിട്ടിയിട്ടോ. വേറൊന്നുമല്ല, മഴ ചാറാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ജാക്കറ്റും ഇല്ല, കോട്ടും ഇല്ല. ഉച്ച കഴിഞ്ഞാണല്ലോ മഴ. അപ്പോൾ രാവിലെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് ഓർത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. ഷൂട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുതുവാൻകുടിക്കാണ് പോകുന്നത് കേട്ടോ. മുതുവാൻകുടിക്ക് 2 കിലോമീറ്റർ മാത്രമാണ് ഇവിടുന്നുള്ളൂ. അപ്പം മഴ പെയ്യാൻ തുടങ്ങി കൂട്ടുകാരെ. നമ്മൾ പെട്ടു എന്ന് തോന്നണേ. എന്നാണെങ്കിലും നമുക്ക് ചെറിയൊരു വെയിറ്റ് ഷെഡ് അവിടെയുണ്ട്, അവിടെ കയറി നിൽക്കണം. സമയം അങ്ങനെ 1/2 മണിക്കൂറോളായി ഞാൻ ഈ വെയിറ്റ് ഷെഡിൽ കയറി നിൽക്കാൻ തുടങ്ങിയിട്ട്. മഴയ്ക്ക് ഇപ്പോഴും ഒരു ശമനമില്ല കേട്ടോ, ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ല തണുപ്പുമുണ്ട്. പണി കിട്ടി, പണി കിട്ടി. നമുക്ക് കിട്ടിയ പോസ്റ്റ് ഉണ്ടല്ലോ, വലിയ പോസ്റ്റായിരുന്നു കേട്ടോ. ഏകദേശം 1.5 മണിക്കൂർ നേരം നിന്ന് അങ്ങോട്ട് തകർത്തു മഴ കേട്ടോ. 1:18 1:18 വരെ നമ്മൾ നിന്നു. നമ്മൾ ഏകദേശം 11:45 ഈ കാണുന്ന വെയിറ്റ് ഷെഡിൻ്റെ അകത്ത് കയറി നിൽക്കുന്നതാണ്. മഴ നനയാതെ നിൽക്കാൻ പറ്റി, ചെറിയ ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും മഴ നനയാതെ നിൽക്കാൻ പറ്റി, അത് തന്നെ ദൈവത്തിൻ്റെ ഒരു സഹായം. അപ്പോൾ ഇവിടുന്ന് ഇനി ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ കുഞ്ചിത്തണ്ണി വഴിയിലേക്ക് ചെന്ന് ചാടാൻ. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങോട്ട് അവസാനിപ്പിക്കാം അല്ലേ. ഇനിയിപ്പോൾ മഴയൊക്കെ ആയി, മൂടൊക്കെ പോയി. മാത്രമല്ല അങ്ങോട്ട് പോകുന്നതോറും കാലാവസ്ഥയെല്ലാം ഇരുണ്ടുകൊണ്ട് അത്ര ബ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. ചെറിയ ഓഫ് റോഡൊക്കെ ഇറങ്ങി വേണം ഇനി പോകാൻ കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിന്നീട് വേറൊരു വഴിയായിട്ട് ഉൾപ്പെടുത്തി നല്ലൊരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം. നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതും കയറി ഒന്ന് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.